ഹലോ ഗേസ്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? എല്ലാവരും കാര്യം എനിക്കറിയില്ല, പക്ഷേ ഞാൻ ജീവിക്കുന്നത് ഒരു 50% ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടി തിന്നുമ്പോൾ ഞാൻ തിന്നാൻ വേണ്ടി ജീവിക്കും. അപ്പോൾ എന്നിട്ട് തിന്ന കഥ കണ്ടാലോ? വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നേരെ പോയത് ഇവിടെ നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിലേക്കാണ്. ഷോപ്പല്ല, ഒരു ഹോട്ടലിലേക്കാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് ഒരു മീൻ പൊരിച്ച് തരും. നമുക്ക് ചെന്നിട്ട് ഏത് മീൻ വേണമെന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. അതെല്ലാവരും ഓൾറെഡി മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടാവും. നമ്മൾ നിന്ന് പറയേണ്ട താമസം വിത്തിൻ ഒരു 5 minutes അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 10 minutes സാധനം നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് അവർ ചെയ്യുന്ന കാണാൻ തന്നെ ഒരു കലയാണ്. പക്ഷെ പൊരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് വെയിറ്റ് ചെയ്തു. ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരെണ്ണമാണ് പറഞ്ഞത്, പിന്നെ ടേസ്റ്റ് കാരണം ഒന്നും കൂടി ഓർഡർ ചെയ്ത് 2 എണ്ണം ആക്കേണ്ട അവസ്ഥയായി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. മാമാമച്ചി എന്നാണ് ഷോപ്പിൻ്റെ പേര്. അങ്ങനെ പറയണേ എല്ലാവർക്കും അറിയത്തുള്ളൂ. ഇതുള്ളത് റോള എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ റോഡ് സൈഡിലല്ല ഇരിക്കുന്നത്. ഭയങ്കര വലിയ ആംബിയൻസ് ഉള്ള ഷോപ്പല്ല, ഒരുപാട് പെട്ടെന്ന് എല്ലാവർക്കും കണ്ടെത്തുന്ന തരത്തിലുള്ള ഷോപ്പും അല്ല. പക്ഷേ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി തിരക്കാണ്. ഇപ്പോൾ പറയുമ്പോൾ പോലും എൻ്റെ വായിൽ വെള്ളം നിറഞ്ഞിട്ട് പാടില്ല. റൊട്ടിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും റൈസിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇവരുടെ റൈസിൻ്റെ കൂടെ ഒരു ചെറിയ പരിപ്പ് കറി ഉണ്ടാവും. അത് വേണമെങ്കിൽ മാത്രം നമുക്ക് എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫിഷ് മാത്രം തന്നെ മതി കേട്ടോ. ഞാൻ റൈസിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുക റൊട്ടിയാണ്. കാരണം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു കോമ്പിനേഷനാണ്. ഇവർ ഈ മസാലയൊക്കെ തേച്ച് പൊരിച്ചതിന് ശേഷം എന്തോ ഒരു പൊടി സാധനം അതിൻ്റെ മുകളിൽ കൂടി ഇടും കേട്ടോ. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പണി പാളിപ്പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ തിന്നണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് പോലും എനിക്ക് ശരിക്കും തിന്നാൻ വയ്യായിരുന്നു, വായിലൊരു പൊള്ളലുള്ള കാരണം. എന്നിട്ട് ഞാൻ അതിന് ഈ അവസ്ഥയിലാക്കണം എന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളി ഫുഡാണ്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉള്ളവർ, ഷാർജ ഏരിയയിൽ എവിടെയെങ്കിലും ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ് കേട്ടോ. ഞാൻ അവിടെ ഒരുപാട് വേറെ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഇതാണ് ചൂസ് ചെയ്തത്. ഇതിൻ്റെ പേരെന്താണെന്നും ചോദിക്കരുത്, ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി സാധനമായിരുന്നേ. ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത വീട്ടിൽ ഏതോ ഒരു ചേച്ചി ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടും കൂടി ഉണ്ട്. അതും കൂടി കഴിക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അതും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിൻ്റെ ആ മുരുമുരായിരിക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഒന്നും കഴിക്കാനും പറ്റുന്നില്ല, എന്നാൽ കഴിച്ചിട്ട് നിർത്താനും പറ്റുന്നില്ല എന്നൊരവസ്ഥയിലായിപ്പോയി. അവസാനം അംഗം കഴിഞ്ഞ് ഒരു പൂരപ്പറമ്പ് കണക്ക്, യുദ്ധക്കളം കണക്ക് കിടപ്പുണ്ട ഇമാതിരി ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത്ര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ മസ്റ്റായിട്ട് പിന്നെ ഒരു ഡെസേർട്ട് കഴിച്ചും കൂടെ അവസാനിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യേണ്ടതായിട്ടാണ്. ഉറപ്പായിട്ട് ആരും മിസ് ചെയ്യരുത്. ഞാൻ ഇത്രത്തോളം ഞാനൊരു ഫുഡ് ആരടുത്തും പോയി ട്രൈ ചെയ്യാൻ പറയുക. നിങ്ങൾ പ്രത്യേകിച്ചൊരു ഫിഷ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും പോയി ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല. അവർ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുത്ത കാര്യം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്ത കേട്ടോ. ഈ എന്താ പറയുക, ഷോപ്പിൻ്റെ പേര് കാണിക്കുന്നത് പോലും ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയതിന് ശേഷം എടുത്തതാണ്. ഞാൻ വെറുതെ ഒന്ന് എടുത്തു വെച്ച് വീഡിയോ ആണ്. ഉപകാരപ്പെടുമല്ലോ അറിയത്തില്ലായിരുന്നു. പക്ഷെ നല്ലപോലെ എനിക്ക് ഉപകാരപ്പെട്ടു. ഞാൻ അമ്മാതിരി കഴിപ്പ് കഴിച്ചു. പക്ഷെ പറയുമ്പോൾ ഞാൻ ഡയറ്റൊക്കെയാണ്, എന്നാലും ഇങ്ങനെയുള്ള നല്ല ഫുഡുകൾ കാണുമ്പോൾ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് അതെല്ലാം മറന്നു പോകും. ഇങ്ങനെയൊക്കെ കഴിക്കണം. നമ്മൾ ഒരുപാട് വെറുതെ സമ്പാദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത്യാവശ്യമുള്ള ഫണ്ട് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഫുഡ് അടിച്ച് തീർക്കണം. അങ്ങനെ എനിക്ക് ഫുഡ് ബേബിയൊക്കെ ഇറങ്ങി. ഇനി പോയിട്ട് സുഖമായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ലൊക്കേഷൻ ആരും മറക്കണ്ട. ഇത് ഷാർജ റോളയാണ്. റോളയിൽ സിറ്റി ഫിഷ് ഫ്രഷോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.